നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിലെ വൻ ദുരന്തത്തിൽ നിന്നും ഇപ്പോഴും നമ്മുടെ രാജ്യം കരകയറിയിട്ടില്ല. ആ അപകടത്തിൽ മരിച്ച വിമാനാപകടത്തിൽ മരിച്ചവരുടെ എല്ലാവരുടെ മൃതശരീരവും ഇതുവരെയും തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല. അവസാനമായി തന്റെ ഉറ്റവർക്ക് ഒരു ചുംബനം നൽകാമെന്ന് കരുതിയാൽ പോലും കുടുംബക്കാർക്ക് കഴിയുകയില്ല. ഇപ്പോഴിതാ ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അവസാന കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ ആ വിമാനത്തിന് തന്നെ ബ്ലാക്ക് ബോക്സ് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴിതാ ആ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ തകരാറുണ്ടെന്ന് റിപ്പോർട്ട്. ബ്ലാക്ക് ബോക്സിന് തകരാറ് സംഭവിച്ച സാഹചര്യത്തിൽ തദ്ദേശീയ സംവിധാനങ്ങൾ വഴി ഡേറ്റ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കുമെന്നാണ് വിവരം. വിവരങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പരിശോധിക്കുവാനും വേണ്ടി ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കും. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ സർക്കാർ ഉടൻ അന്തിമ തീരുമാനം എടുത്തേക്കും. 2 ഉപകരണങ്ങൾ ചേർന്നതാണ് ബ്ലാക്ക് ബോക്സ്. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, അതായത് CVR, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അല്ലെങ്കിൽ FDR എന്ന് പറയുന്ന ഈ 2 ഉപകരണങ്ങൾ ചേർന്നവയാണ്. തകർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡറിലേക്ക് പരിശോധനയ്ക്കായി അയച്ചേക്കുമെന്നാണ് വിവരം. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ബ്ലാക്ക് ബോക്സിനൊപ്പം പോകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാർവാറിലേക്ക് വിമാനത്താവളത്തിലേക്ക് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് തകർന്നു വീണത്. ഉച്ചയ്ക്ക് 1:40 മേഘാനി നഗറിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. പിന്നാലെ വൻ തീപിടുത്തം ഉണ്ടായി. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. മരിച്ചവരിൽ 202 പേരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ഇതുവരെ 158 മൃതദേഹങ്ങളാണ് കുടുംബങ്ങൾക്ക് കൈമാറിയത്. തകർന്ന 28 മണിക്കൂറിന് ശേഷമാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം വിമാനം കത്തിയമരാൻ ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. വിമാനത്തെ അപകടത്തിന്റേതായി പുറത്തുവരുന്ന ദൃശ്യത്തിൽ, അതായത് റാം എയർ ട്രിബ്യൂൺ എന്ന റാറ്റ് പുറത്ത് പ്രകടമായി കണ്ടതോടുകൂടിയാണ് അപകട കാരണം സങ്കീർണമാകുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ചില വിമാനങ്ങളുടെ, അതായത് ഈ ദൃശ്യം പകർത്തിയപ്പോഴാണ് ഈ റാറ്റ് പുറംതള്ളുന്നതായി കാണപ്പെട്ടത്. വിമാനത്തിന് 2 എഞ്ചിനുകളും തകരാറിലാവുകയോ പൂർണ്ണമായി വൈദ്യുതി നിലച്ച് പോവുകയോ അതുമല്ലെങ്കിൽ വിമാനത്തിന് ഹൈഡ്രോളിക് തകരാറ് സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് റാറ്റ് സാധാരണഗതിയിൽ പുറത്തു വരുന്നത്. അതായത് ലാൻഡിംഗ് ഗിയർ, ബ്രേക്ക്, നിയന്ത്രണം എന്നിവയിൽ ഉണ്ടാകുന്ന തകരാറ് കാരണം മർദ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഈ റാറ്റ് പുറത്തേക്ക് വരുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വെറും 32 സെക്കൻഡുകൾക്കുള്ളിൽ റാറ്റ് പുറത്തു വരാൻ മാത്രം എന്താണ് വിമാനത്തിന് സംഭവിച്ചത് എന്നാണ് വിദഗ്ധർ അന്വേഷിക്കുന്നത്. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനം മർദ്ദം കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതും പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് അടിയന്തരമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് റാറ്റ് പ്രവർത്തിക്കുക. ഇത് സ്വയം പ്രവർത്തിക്കുന്നതുമാണ്. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും തകരാറിലാണ് എന്നാണ് താൻ കരുതുന്നത് എന്നും അതുകൊണ്ടാണ് പറന്ന് മുകളിലേക്ക് ഉയരാൻ കഴിയാതിരുന്നത് എന്നും വ്യോമസേനയിലെ മുൻ പൈലറ്റും വ്യോമയാന വിദഗ്ധരുമായ ക്യാപ്റ്റൻ എഹ്സാൻ ഖാലിദ് പറയുന്നു. ഒരേ സമയം 2 എഞ്ചിനുകളും പക്ഷികൾ ഇടിച്ച് തകരാറിലാകാനുള്ള സാധ്യത ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും തകരാറിലായിരുന്നു എന്ന് വേണം കരുതാൻ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളുടെ വാക്കുകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു ശബ്ദം കേട്ടതായി രക്ഷപ്പെട്ടയാൾ പറയുന്നു. അത് റാറ്റ് സ്വയം പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാകാം. ചുവപ്പും പച്ചയും ലൈറ്റുകൾ കണ്ടതായും അദ്ദേഹത്തിന്റെ മൊഴിയിലുണ്ട്. ഇത് എമർജൻസി പവർ കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ എമർജൻസി ലൈറ്റുകൾ തെളിഞ്ഞതാകാമെന്നും എഹ്സാൻ വ്യക്തമാക്കുന്നു. വിമാനം പറക്കുകയായിരുന്നു, പക്ഷെ അതിന്റെ ഉയരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈദ്യുതി ലഭിക്കാത്തതായതിനെ തുടർന്ന് വേഗം കുറയുകയും വിമാനത്തിന്റെ ലിഫ്റ്റ് നഷ്ടമാവുകയും വിമാനം താഴേക്ക് പതിക്കുകയുമായിരുന്നു എന്നും അദ്ദേഹം സാധ്യത വിശദീകരിക്കുകയാണ്. വിമാനത്തിലെ വൈദ്യുത തകരാറുകൾ ചില ഘട്ടങ്ങളിൽ ഈ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2 എഞ്ചിനുകളും ഒരേ സമയത്ത് നിലച്ചതായാണ് കരുതുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ തകരാർ ഉണ്ടാകണം. സെൻസറുകളിൽ നിന്ന് തെറ്റായ സിഗ്നലുകൾ സ്വീകരിക്കുന്നതോടുകൂടിയാണ് ഇത് സംഭവിക്കുക. ഇതിന്റെയും മൂലകാരണം വൈദ്യുത തകരാറാകാം എന്നും അദ്ദേഹം വ്യക്തമാക്കി. എഞ്ചിനുകളുടെ പിഴവാകാം എന്നാണ് പ്രഫ ആദിത്യ പരഞ്ജൻപേയും പറയുന്നത്. ഒരു എഞ്ചിൻ പ്രവർത്തനക്ഷമമാണെങ്കിൽ തന്നെ പറന്നുയരാൻ പാകത്തിലാണ് വിമാനങ്ങളുടെ ഘടന. അഹമ്മദാബാദിലെ വിമാനത്തിന്റെ 2 വശത്തും ഊർജ്ജം നഷ്ടമായതായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും ജൂൺ 12 അഹമ്മദാബാദിലെ വിമാനത്താവളത്തിലേക്ക് ലണ്ടനിലേക്ക് പറന്നുയർന്ന പല ജീവനുകളുമാണ് നഷ്ടമായത്. എന്തായാലും
42 സെക്കൻഡുകൾ അകം തന്നെ കത്തി നമരുകയായിരുന്നു. സമീപത്തെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മേലാണ് വിമാനം തീഗോളമായി പതിച്ചത്. 2 പൈലറ്റുമാരും 10 ക്രൂവും 230 യാത്രക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശ് ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു. മെഡിക്കൽ വിദ്യാർത്ഥികളും പ്രദേശവാസികളുമായ 30ഓളം പേർക്കും ദുരിതത്തിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. എയർ ഇന്ത്യ വിമാനം അപകടത്തിൽ 2 DNA ഫലം കൂടി പുറത്തുവരികയാണ്. ഇതോടെ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങളുടെ എണ്ണം 210 മാറി. 187 മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 15 മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി കുടുംബങ്ങളിൽ നിന്ന് കൂടുതൽ സാമ്പിളുകൾക്കായി കാത്തിരിക്കുകയാണ്. ഗുജറാത്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചതായാണ് വിവരം. അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേരിൽ 241 പേരും കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും 100 പവനോളം വരുന്ന സ്വർണം കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ബാഗിൽ നിന്നൊക്കെ തന്നെ വീണതായിരിക്കാം 100 പവനോളം വരുന്ന സ്വർണം. മാത്രമല്ല ഭഗവത്ഗീത, എല്ലാവരുടെയും വിലപിടിപ്പുള്ള വകകൾ, ഏകദേശം 8000 രൂപ അടക്കമുള്ളവയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നിരുന്നു. എന്തായാലും ഇതൊരു രാജ്യത്തെ നടുക്കിയ രാജ്യം ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്ന് വീണിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിമാനം എങ്ങനെയാണ് തകർന്നത് എന്ന് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. എയർ ഇന്ത്യ, ബോയിംഗ് വ്യോമയാന മന്ത്രാലയം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടു കൂടിയാവും വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്.